നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ആദിത്യ L1 എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. ആദിത്യ L1 ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ലക്ഷ്യത്തിലെത്തിക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ ദൗത്യമാണ് ആദിത്യ L1. ആസ്ട്രോസാറ്റിന് ശേഷമുള്ള ISROയുടെ രണ്ടാമത്തെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ ദൗത്യമാണ് ആദിത്യ L1. ആസ്ട്രോസാറ്റിന് ശേഷമുള്ള ISROയുടെ രണ്ടാമത്തെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ ദൗത്യമാണ് ആദിത്യ L1. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 പകൽ 11:50. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ ബഹിരാകാശ നിലയം, ശ്രീഹരിക്കോട്ട. അപ്പോൾ വിക്ഷേപിച്ചത് സതീഷ് ധവാൻ ബഹിരാകാശ നിലയം, ശ്രീഹരിക്കോട്ട. വാഹനം PSLV XL57. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. വിക്ഷേപണ വാഹനം PSLV XLC57. ഭാരം 1475 കിലോ. ലഗ്രാഞ്ചെ പോയിന്റ് 1 ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റ് എന്ന സാങ്കല്പിക ഭ്രമണപഥത്തിലാണ് ആദിത്യ L1ൻ്റെ ലക്ഷ്യസ്ഥാനം. അപ്പം ലഗ്രാഞ്ചെ പോയിന്റ് 1 ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റ് എന്ന സാങ്കല്പിക ഭ്രമണപഥമാണ് ആദിത്യ L1ൻ്റെ ലക്ഷ്യസ്ഥാനം. ഇതിൻ്റെ കാലാവധി 5 വർഷവും 2 മാസവുമാണ്. ആദിത്യ L1ൻ്റെ നിർമ്മാതാക്കൾ ISRO, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂർ, ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, പൂനെ. ആദിത്യ L1ൻ്റെ നിർമ്മാതാക്കളാണ് ISRO, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂർ, ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, പൂനെ. ചെലവ് ഏകദേശം 450 കോടി രൂപയാണ്. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി തമിഴ്നാട് തെങ്കാശി സ്വദേശിയാണ്. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി. മിഷൻ ഡയറക്ടർ ആരാണ്? മിഷൻ ഡയറക്ടർ SR ബിജു. ഇദ്ദേഹം മലയാളിയാണ്. മിഷൻ ഡയറക്ടർ SR ബിജു, ഇദ്ദേഹം മലയാളിയാണ്. ISRO ചെയർമാൻ S സോമനാഥ്, ഇദ്ദേഹവും മലയാളിയാണ്. ISROയുടെ ചെയർമാൻ S സോമനാഥ്. നിലവിലെ ISROയുടെ ചെയർമാനും S സോമനാഥാണ്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരുന്നു. ആ സമയത്ത് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ആരായിരുന്നു? ജിതേന്ദ്ര സിംഗ്. ചിലപ്പോൾ PSC ചോദിക്കും, ആദിത്യ L1 വിക്ഷേപിച്ച സമയത്തെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ആരാണെന്ന്. അദ്ദേഹം ജിതേന്ദ്ര സിംഗ്. ആദിത്യ എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം സൂര്യൻ എന്നാണ്. ആദിത്യ എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം സൂര്യൻ എന്നാണ്. L1 എന്ന് പറഞ്ഞാൽ ലഗ്രാഞ്ചെ പോയിന്റ് 1. L1 എന്ന് പറഞ്ഞാൽ ലഗ്രാഞ്ചെ പോയിന്റ് 1. ലക്ഷ്യം സോളാർ കൊറോണ, ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, സൗരവാതം എന്നിവയെക്കുറിച്ചുള്ള വിശദമായ പഠനം. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് സോളാർ കൊറോണ, ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, സൗരവാതം എന്നിവയെക്കുറിച്ചുള്ള വിശദമായ പഠനം. സൂര്യൻ്റെ വികിരണം, താപം, കണികാപ്രവാഹം, കാന്തിക മണ്ഡലങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സൂര്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അവ ഭൂമിയെ എങ്ങനെ ബാധിക്കുന്നു എന്നും ആഴത്തിൽ മനസ്സിലാക്കുക എന്നതും ഇതിൻ്റെ ലക്ഷ്യം. സോളാർ കൊറോണ, ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, സൗരവാതം എന്നിവയെക്കുറിച്ചുള്ള വിശദമായ പഠനവും സൂര്യൻ്റെ വികിരണം, താപം, കണികാപ്രവാഹം, കാന്തിക മണ്ഡലങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സൂര്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അവ ഭൂമിയെ എങ്ങനെ ബാധിക്കുന്നു എന്നും ആഴത്തിൽ മനസ്സിലാക്കുക എന്നതുമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി നമുക്കിതിൻ്റെ പ്രധാന ശാസ്ത്ര ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൗരാന്തരീക്ഷത്തിൻ്റെ സംയോജനവും ചലനാത്മകതയും മനസ്സിലാക്കുക. സൗരവാത വിതരണവും ടെമ്പറേച്ചർ അനിസോട്രോഫിയും മനസ്സിലാക്കുക. അപ്പോൾ പ്രധാന ശാസ്ത്ര ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സൗരാന്തരീക്ഷത്തിൻ്റെ സംയോജനവും ചലനാത്മകതയും മനസ്സിലാക്കുക, സൗരവാത വിതരണവും ടെമ്പറേച്ചർ അനിസോട്രോഫിയും മനസ്സിലാക്കുക, കൊറോണൽ ഹീറ്റിംഗ്, സൗരവാതത്തിൻ്റെ വേഗവർധന എന്നിവ മനസ്സിലാക്കുക, കൊറോണൽ മാസ് ഇജക്ഷൻ ഫ്ലയറുകൾ, ഭൂമിക്ക് സമീപമുള്ള ബഹിരാകാശ കാലാവസ്ഥ എന്നിവയുടെ മനസ്സിലാക്കലും ഇതിൽ ഉൾപ്പെടുന്നു. വിക്ഷേപണത്തിൻ്റെ 1 മണിക്കൂറും 3.5 മിനിറ്റും പിന്നിടുമ്പോൾ റോക്കറ്റിൽ നിന്ന് ആദിത്യ സ്വതന്ത്രനാവും. പിന്നീട് പേടകത്തിലെ പ്രൊപ്പൽഷൻ യൂണിറ്റുകൾ ജ്വലിപ്പിച്ച് ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും പുറത്തു കടന്ന് ലഗ്രാഞ്ച് പോയിന്റ് 1 യാത്ര തുടരും. അങ്ങനെയാണ് ഇതിൻ്റെ യാത്ര. ലഗ്രാഞ്ച് പോയിന്റ് ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ലഗ്രാഞ്ചെ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ്.
സൂര്യനിൽ നിന്ന് ഇത് 1485 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. സൂര്യനിൽ നിന്ന് 1485 ലക്ഷം കിലോമീറ്റർ അകലെയും ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയുമാണ്. സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ ഇവയുടെ രണ്ടിൻ്റെയും ആകർഷണം തുല്യ നിലയിൽ എത്തുന്ന പ്രദേശമാണ് ലഗ്രാഞ്ച് പോയിന്റ്. അപ്പോൾ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ ഇവയുടെ രണ്ടിൻ്റെയും ആകർഷണം തുല്യ നിലയിൽ എത്തുന്ന പ്രദേശമാണ് ലഗ്രാഞ്ച് പോയിന്റ്. നിലവിൽ 5 ലഗ്രാഞ്ച് പോയിന്റുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇറ്റാലിയൻ ഗണിതശാസ്ത്രജ്ഞനായിട്ടുള്ള ജോസഫ് ലൂയി ലഗ്രാഞ്ചിൻ്റെ പേരിൽ നിന്നാണ് ഈ പേര് എടുത്തിട്ടുള്ളത്. ലഗ്രാഞ്ച് പോയിന്റ് എന്നുള്ള പേര് എടുത്തിട്ടുള്ളത് ഇറ്റാലിയൻ ഗണിതശാസ്ത്രജ്ഞനായിട്ടുള്ള ജോസഫ് ലൂയി ലഗ്രാഞ്ചിൻ്റെ പേരിൽ നിന്നാണ്. ഫ്രഞ്ച് ഗയാനയിലെ കോറോ സ്റ്റേഷനും UK-യിലെ എർത്ത് സ്റ്റേഷനും ആദിത്യ മിഷനിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഫ്രഞ്ച് ഗയാനയിലെ കോറോ സ്റ്റേഷനും UK-യിലെ എർത്ത് സ്റ്റേഷനും ആദിത്യ മിഷനിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ആദിത്യ L1ൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ആദിത്യ L1ൽ 7 പേലോഡുകളാണ് ഉള്ളത്. അപ്പോൾ ആദിത്യ L1ൽ 7 പേലോഡുകളാണ് ഉള്ളത്. സൗരദൗത്യം വിക്ഷേപിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. PSLVയുടെ 59ാമത്തെ ദൗത്യമാണ് ആദിത്യ L1. ഇത് പ്രധാനമായിട്ടൊന്ന് പഠിച്ചോണം. PSLVയുടെ 59ാമത്തെ ദൗത്യമാണ് ആദിത്യ L1. PSLV XL ശ്രേണിയുടെ 26ാമത്തെ ദൗത്യമാണിത്. അപ്പോൾ PSLV XL ശ്രേണിയുടെ 26ാമത്തെ ദൗത്യമാണ് ആദിത്യ L1. PSLV വഹിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരം കൂടിയ ദൗത്യവും കൂടിയാണ് ആദിത്യ L1. PSLV വഹിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരം കൂടിയ ദൗത്യമാണ് ആദിത്യ L1. PSLV 57 മിഷൻ്റെ ഭാഗമായിട്ടുള്ള റോക്കറ്റിനായി കെൽട്രോണിൻ്റെ 38 ഇലക്ട്രോണിക് മൊഡ്യൂളുകളാണ് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ സ്വന്തം കെൽട്രോണിൻ്റെ 38 ഇലക്ട്രോണിക് മൊഡ്യൂളുകളാണ് PSLV 57 മിഷൻ്റെ ഭാഗമായിട്ടുള്ള റോക്കറ്റിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആദിത്യ മിഷനിൽ RMS 23 എണ്ണവും 2 റേഡിയോ തരംഗ പാക്കേജുകളും ഉൾപ്പെടെ 30 ഇലക്ട്രോണിക് പാക്കേജുകൾ നിർമ്മിച്ച് നൽകിയ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് കഞ്ചിക്കോട് ITI ലിമിറ്റഡ്. ആദിത്യ മിഷനിൽ RMS 23 എണ്ണവും 2 റേഡിയോ തരംഗ പാക്കേജുകളും ഉൾപ്പെടെ 30 ഇലക്ട്രോണിക് പാക്കേജുകൾ നിർമ്മിച്ച് നൽകിയ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് കഞ്ചിക്കോട് ITI ലിമിറ്റഡ്. രാജ്യത്തെ ബഹിരാകാശ ദൗത്യത്തിന് ആവശ്യമായ HMS-Aയും HSM-Aയും നിർമ്മിക്കുന്ന രാജ്യത്തെ ഏക സ്ഥാപനമാണ് പാലക്കാട് ITI. അപ്പോൾ രാജ്യത്തെ ബഹിരാകാശ ദൗത്യത്തിന് ആവശ്യമായ HMS-Aയും HSM-Aയും നിർമ്മിക്കുന്ന രാജ്യത്തെ ഏക സ്ഥാപനമാണ് പാലക്കാട് ITI. ആദിത്യ L1 മിഷനെക്കുറിച്ചുള്ള PSCക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുവരേക്കും ഗുഡ് ബൈ.